ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജേർണലിംഗ് ബുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ജേർണലിംഗ് ബുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പേപ്പേഴ്സ് എല്ലാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു A5 സൈസിലൊക്കെ ഉള്ള ഒരു ബുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിലുള്ള ബുക്കാണോ ആവശ്യം അതിനനുസരിച്ച് മടക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ജേർണലിംഗ് സപ്ലൈസും അതേപോലെ തന്നെ ജേർണലിംഗ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് ജേർണലിംഗ് ചെയ്ത് തുടങ്ങാമെന്നായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്നെപ്പോലെ സപ്ലൈസ് ഒന്നും ഇല്ലാത്ത കുറേ കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു ജേർണലിംഗ് ബുക്കും നമ്മൾ അതേപോലെ തന്നെ സപ്ലൈസും ഉണ്ടാക്കാൻ പോകുന്നത്. ജേർണലിംഗ് സപ്ലൈസിൻ്റെ വീഡിയോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജേർണലിംഗ് സപ്ലൈസിൻ്റെ വീഡിയോ വേണോ വേണ്ടയോ എന്നൊന്ന് കമൻറ്റും കൂടി ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാനിവിടെ പേപ്പേഴ്സ് എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മടക്കിയെടുത്ത പേപ്പേഴ്സ് എല്ലാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരുമിച്ച് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഗ്ലൂവും കൂടി തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് കവർ റെഡിയാക്കാം കേട്ടോ. ഫ്രണ്ട് കവറിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൗൺ കളർ ചാർട്ടാണ് കേട്ടോ. നമ്മുടെ പേപ്പേഴ്സിൻ്റെ ലെങ്ത്തിലും വിഡ്ത്തിലും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്റർ പോർഷനിലും കൂടി അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അനുസരിച്ചൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് കിട്ടും കേട്ടോ സൈഡിലൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്ന ചാർട്ട് പേപ്പറിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ കാർഡ്ബോർഡൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഫ്രണ്ട് പേജിന് വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ പേജസ് എല്ലാം ഇവിടെ നല്ല സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി സെക്യൂർ ആക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെയും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പേജസ് എല്ലാം ഈ ഫ്രണ്ട് കവറിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലാണ്. അതിനായിട്ട് ആദ്യം ഈ വീഡിയോയിൽ കാണുന്ന പോലെ പേജസ് എല്ലാം സെൻറ്റർ പോർഷനിൽ ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റ്സ് അത് അതേപോലെ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഒട്ടിക്കിട്ടും. അതിനുശേഷം മാത്രം ഫ്രണ്ട് പേജ് ഇതേപോലെ ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിക്കുക. ഫ്രണ്ട് പേജ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൂ നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം സ്പ്രെഡാക്കിയില്ലെങ്കിൽ ആ ഗ്ലൂ തേച്ച ഭാഗം മാത്രം നല്ലോണം പൊങ്ങിയും താഴ്ന്നൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊരു ഭംഗിക്കുറവായിരിക്കും. അതുകൊണ്ടാണ് നല്ലോണം സ്പ്രെഡ് ചെയ്യാൻ പറയുന്നത്. ഈ സെയിം പ്രൊസീജിയർ തന്നെ ബാക്ക് പോർഷനിലും ഒന്ന് ചെയ്യാം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യണതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫ്രണ്ട് പേജ് ഡെക്കറേഷനാണ്. അതിനായിട്ട് ഇതേപോലെ കുറച്ച് ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പേപ്പർ ഞാൻ എൻ്റെ പഴയ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എടുത്തത്. പിന്നെ ഒരു വിൻറ്റേജ് ലുക്ക് വരാൻ വേണ്ടി സൈഡൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ റാൻഡമായിട്ട് കീറി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു പേപ്പറിൽ കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തേക്കണത്. പിന്നെ ഈ കാണുന്ന പേപ്പർ എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജേർണലിംഗ് ചെയ്യാൻ വേണ്ടി. ചില കടകളിൽ നിന്നും നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പേപ്പർ കിട്ടും. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും. പിന്നെ ഇതേപോലെ 2 റിബൺസിൻ്റെ ഷേപ്പിൽ ഞാൻ പേപ്പറിൽ വരച്ച് കട്ട് ചെയ്ത് കളർ അടിച്ചെടുത്തിട്ടാണ് മോളിൽ കാണുന്ന 2 റിബൺസ് ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു എസ്തറ്റിക് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ മൈ ജേർണൽ എന്നും പറഞ്ഞ് പേപ്പറിൽ എഴുതിയിട്ട് അതൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മൈ ജേർണൽ എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ യൂസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാം കേട്ടോ ഈ ജേർണൽ. പിന്നെ എനിക്ക് കുറച്ച് ക്യൂട്ട്നെസ്സിൻ്റെ കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് കവായി സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് അത്രയും തന്നെ ധാരാളം. അപ്പോൾ ഇതാണ് നമ്മുടെ ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.